പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ഗലീലയിലെ കവർന്ന ഭൂമിയിൽ കടന്നുപോയാറെ ഒരു ശതാധിപൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് യേശുക്രിസ്തുവിനോട് ഇപ്രകാരം അപേക്ഷിക്കുവാനിടയായിത്തീർന്നു: എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതമെന്ന രോഗത്താൽ കഠിനവേദനയാൽ ഭവനത്തിലായിരിക്കുന്നു. ആകയാൽ അങ്ങ് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം ശതാധിപന്റെ അപേക്ഷാ വാചകങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടിട്ട് ഇപ്രകാരം പ്രതികരിക്കുകയുണ്ടായി: ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. അതിന് ശതാധിപന്റെ പ്രതികരണം എന്തായിരുന്നുവെന്നറിയണ്ടേ? നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് വിടുതൽ ലഭിക്കും. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് രോഗിയിലെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് മരിച്ചവനെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് കടൽ തിര പോലെ ഇളകിമറിയുന്ന വിഷയങ്ങളെ ശാന്തമാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നുവോ അതൊക്കെ ഉളവാക്കി തരുവാൻ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നാം സന്തോഷമില്ലാത്ത അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് സന്തോഷത്തെ ഉളവാക്കി തരുവാനുള്ള ശക്തിയുണ്ട്. നാം സമാധാനമില്ലാത്ത അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് സമാധാനത്തെ ഉളവാക്കി തരുവാനുള്ള ശക്തിയുണ്ട്. നാം രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് രോഗസൗഖ്യത്തെ പ്രദാനം ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നുവോ അതൊക്കെ പ്രദാനം ചെയ്യുവാനുള്ള ശക്തി യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്കുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. 100 പേർക്ക് അധിപനായിരുന്ന ശതാധിപൻ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഗ്രഹിച്ചതുപോലെ, യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് ഗ്രഹിച്ചതുപോലെ, കർത്താവിൻ്റെ രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുടെ പ്രാധാന്യത്തെയും ശക്തിയെയും കുറിച്ച് ഗ്രഹിക്കുവാൻ കഴിയണം. അതിനായി ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.